നമ്മൾ ഏത് ബിസിനസ്സിൽ ചേരുകയാണെങ്കിലും ആ ബിസിനസ്സിൽ എത്രയാണ് ലാഭം, എത്രയാണ് എൻ്റെ പാർട്ട്ണർഷിപ്പ്, 1% പാർട്ട്ണർഷിപ്പ് എങ്കിൽ ലാഭത്തിൻ്റെ 1% എനിക്ക് കിട്ടും. 1% എനിക്ക് പാർട്ട്ണർഷിപ്പ് എങ്കിൽ അത് മുഴുവൻ നശിച്ചാൽ 1% എനിക്ക് നഷ്ടം വരുള്ളൂ, 1% എനിക്ക് നഷ്ടം വരുള്ളൂ. അപ്പോൾ അതിന് കൃത്യമായ നിയമങ്ങളും കാര്യങ്ങളും വേണം എന്നേത് കാര്യത്തിലും ഒരു നിബന്ധന നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വളരെ സൂക്ഷ്മതയോടുകൂടെ പോകണം. പിന്നെ എപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ട്ണർഷിപ്പിലൊക്കെ നമ്മൾ ചേരണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇസ്ലാമികമായും ഭൗതികമായും ചിന്തിക്കേണ്ട കാര്യങ്ങൾ വേണം. ഒന്ന്, അതിനെന്തായിരിക്കണം, വളരെ കൃത്യമായ എഗ്രിമെൻറ്റുമാണ്. ഒരു സംശയക്കാര്യത്തില്ല, തരാണ്ട് എന്നതിന് പോലും തെളിവില്ല ആൾക്കാർക്ക്. വളരെ കൃത്യമായി ഇരുന്ന് അതിൻ്റെ നിബന്ധനകൾ എഴുതിയിട്ടേ പറ്റുള്ളൂ എന്നാണ്. എന്താ പറയാൻ കാരണം നിങ്ങൾ, സാധാരണഗതിയിൽ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തു ദൈനാണ്, അൽ ബക്കറയിൽ. അതായത് കടം കൊടുക്കുക, നമുക്ക് പരിചയമുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ സുഹൃത്തുക്കൾ കടം കൊടുക്കുക. നമുക്ക് പരിചയമുള്ള വിശ്വാസമുള്ള ആൾക്കാർ നമ്മൾ കടം കൊടുക്കുക. ആ കടം കൊടുക്കുമ്പോൾ പോലും യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മം ഫക്തുബൂഹ്. ഒരു നിശ്ചിത സമയത്തേക്ക് നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളത് എഴുതി വെക്കണം എന്ന് സൂറത്തുൽ ബക്കറയിൽ 282 ആയത്തിലുണ്ട്. ആലോചിക്കുന്നത് ഒരു സുന്നത്താണ്, ഒരു കൂലി കിട്ടും. ഇത് തരും എന്നൊക്കെ നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിലും വെറുതെ ഒരു പേപ്പർ എടുത്ത് എഴുതി ഒപ്പിട്ടാൽ അതിന് കൂലി കിട്ടും ആ കടം കൊടുക്കുന്നതിന്. ഇസ്ലാമികമായ ഒരു സുന്നത്ത്, അള്ളാഹ് ഖുർആനിൽ കൽപ്പിച്ചൊരു കാര്യം നമ്മൾ നടപ്പിലാക്കിയാൽ ഇതിന് പ്രതിഫലം കിട്ടും. അപ്പോൾ അതിന് കൃത്യമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലേ നമുക്ക് ഇടപാടുകൾ നടത്താൻ പറ്റുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഞാൻ പറയാം, വളരെ കറക്റ്റായിട്ട് ആ എഗ്രിമെൻ്റ് എഴുതിയിരിക്കുമ്പോൾ എന്താ നിങ്ങൾ നമ്മൾ ഓരോ സംശയവും തീരും. നമുക്ക് എന്തൊക്കെ ആശങ്ക ഉണ്ടോ ആശങ്കക്ക് മുഴുവനുള്ള മറുപടി വളരെ കറക്റ്റായിട്ട് നമ്പറിട്ട് എഴുതിയിട്ടാണ് ഒരു എഗ്രിമെൻ്റ് പൂർത്തിയാകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത്, ഏതെങ്കിലും ഉസ്താദുമാരോ മൗലവിമാരോ വിശ്വസ്തന്മാരോ വന്ന് പറഞ്ഞാൽ ബിസിനസ് ചേരേണ്ടവരല്ല നമ്മളൊന്നും. എന്തിലാണോ നമ്മൾ പണം നിക്ഷേപിക്കുന്നത് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മൾ അന്വേഷിക്കണം എന്നാണ്. എത്രയോ ബിസിനസ്സുകളെയും കച്ചവടങ്ങളെയൊക്കെ ഇസ്ലാം നിരോധിച്ച് എന്താ ഖററ് വരുന്നതുകൊണ്ടാണ്. അത് ഇസ്ലാമിക കച്ചവടത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഖറർ ഉണ്ടാവും. ഖറർ എന്ന് പറഞ്ഞാൽ എന്താണറിയോ, വഞ്ചന. അത് സുതാര്യത വേണം. എന്ത് കച്ചവടത്തിലാണ് ഞാൻ പൈസ കൊണ്ടുപോയത്, ഇത് എങ്ങനെ ഇവർക്ക് ലാഭം കിട്ടുക, ഇത് എവിടെയാണ് ഇതിൻ്റെ ബിസിനസ് നടക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ, എന്താണ് ഈ സാധനം, അത് വിൽക്കാൻ പറ്റിയ സാധനമാണ്, വിൽക്കാൻ പറ്റുക, ഇതൊക്കെ അറിയാതെ ഇതൊരു ബിസിനസ്, അതൊരു പ്രത്യേക ബിസിനസ്സാണ്, ഈ പൈസ അന്ന് ഉണക്ക് ലാഭം കിട്ടും എന്ന് പറഞ്ഞൊരു ബിസിനസ് ചേരാൻ നമുക്ക് പറ്റൂല എന്നാണ്. സുതാര്യമായിരിക്കണം എന്ന്. ഒരു കുളത്തിലെ മത്സ്യം, ഈ മത്സ്യം അണയ്ക്കാൻ 1 ലക്ഷത്തിന് വിറ്റു എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ എത്ര മത്സ്യം ഉണ്ടെന്ന് അറിയോ? അറിയില്ല. മത്സ്യം പിടിച്ചേ വിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്നിച്ച് വിൽക്കാൻ പറ്റാത്തത്, ഒന്നിച്ച് വിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ എത്ര ഉണ്ട് നമുക്ക് അറിയില്ല. വളരെ കൃത്യമായ സുതാര്യമായ ഒരു ബിസിനസ് അല്ലാതെ ഒരു മുസ്ലിമിന് ഇസ്ലാമികമായി നടത്താൻ പറ്റില്ല എന്നാണ്. എന്തെങ്കിലും നിലക്ക് നമ്മൾ ഒരാളെ ബിസിനസ് ചേർക്കുമ്പോൾ ഓനെ പറ്റിക്കണം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ, മൻ ഗശ്ശന ഫലൈസ മിന്ന. ആരെങ്കിലും വഞ്ചിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. സുഹൃത്തുക്കൾ, ഒരിക്കലും ഒരാളെ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ അധ്വാനിച്ച പണം എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഒരിക്കലും പറ്റിച്ചെടുക്കാൻ പറ്റില്ല. കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും ഒക്കെ ശ്രദ്ധിക്കണമെന്നാണ്. പിന്നെ കണക്കില്ലാത്ത ലാഭങ്ങൾ, അങ്ങനെ ഒരു പരിപാടിയില്ല. ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത അത്രയും ഭയങ്കര ലാഭമൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഒരു 4 വട്ടം ആലോചിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അന്യോന്യം എന്തറിയും, നമ്മളത് വേറൊരാളും ഹറാമായി തിന്നുക, അയാളത് നമ്മൾ ഹറാമായി തിന്നുക. ഒരിക്കലും നമ്മളത് വേറൊരാൾക്കും തിന്നാൻ കൊടുക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവൻ്റെത് നമ്മളതിലും വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെന്താ അറിയോ, ഏതെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് നമുക്ക് ആ ബിസിനസ്സിൻ്റെ അക്കൗണ്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ടാവും. നമ്മൾ ആ കച്ചവടത്തിൻ്റെ ഓണറാണ്. നമുക്ക് എപ്പോൾ ചെന്ന് ചോദിച്ചാലും അതിൻ്റെ കണക്കും അതിൻ്റെ കാര്യങ്ങളും വളരെ കൃത്യമായി പരിശോധിക്കാനും, ഇപ്പം എത്രയാണ് വരുമാനം, ഡെയിലി എത്രയാണ്, ദിവസം എത്രയാണ് കിട്ടുന്നത്, എത്രയാണ് പോണത് എന്ന് പരിശോധിക്കാനുള്ള അധികാരം ആർക്കുണ്ട് അറിയും? ആ കച്ചവടത്തിൻ്റെ ഭാഗമാകുന്ന ഒരാൾക്കുണ്ട് എന്നാണ്. കാരണം അതൊരു അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ പറയുക, ഈ അമാനത്തിലൊക്കെ വീഴ്ച വരുത്തിയ ആളുകൾ സിറാത്തിലൂടെ കടന്നു പോകാൻ പറ്റില്ല എന്നാണ്. സിറാത്തിലൂടെ അവർക്ക് കടന്നു പോകാൻ പറ്റില്ല. അള്ളാഹു വ്യക്തമായി ഖുർആൻ പറഞ്ഞ കാര്യമാണ്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് തരും. അപ്പോൾ ഇയാൾ പണം നമ്മളെടുത്ത് തരുമ്പോൾ എന്താ അറിയോ, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അയാളുടെ പണം ഏറ്റെടുത്ത് വിശ്വസ്തമായി നമ്മൾ വാങ്ങിയതാണ്. അതുകൊണ്ട് എന്താ അറിയോ, ഈ ഏൽപ്പിച്ചവനാണെങ്കിലും നമുക്കാണെങ്കിലും സുതാര്യമായി
അയാൾക്കത് പരിശോധിക്കാനും അറിയാനും നാളെ ഒരു ആക്ഷേപം പറയാൻ പറ്റാത്ത രൂപത്തിൽ വളരെ കൃത്യമായി അത് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ വേണം. പിന്നെ എക്സിറ്റ്, ഇതിൽ നിന്ന് പുറത്തു പോകും. എന്തെങ്കിലും ഇപ്പോൾ ഈ കച്ചവടം അവസാനിപ്പിക്കേണ്ടി വരികയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പണം ആവശ്യമായി വരികയും ചെയ്യുകയാണെങ്കിൽ അതിനൊരു നിയമം വേണം. ഇതൊക്കെ എന്താ പറയുക, കച്ചറയായി പിരിഞ്ഞ് പൈസ ഇട്ടാതെ കാണുന്ന സമയത്ത് അതിനെപ്പറ്റി ആലോചിക്കണം. നമ്മൾ കൊടുത്ത പണം പാർട്ട്ണർഷിപ്പിൽ മുഷാറക്കയിൽ നമ്മൾ ചേർന്ന പണം നമുക്ക് എപ്പോൾ തിരിച്ചു കിട്ടും, എങ്ങനെ തിരിച്ചു കിട്ടും എന്നതിനെക്കുറിച്ച് കൃത്യമായ കരാർ എഴുതി, എന്തിനാ അത് പ്രകാരം മാത്രമേ പൈസ ചോദിക്കാൻ പറ്റുള്ളൂ. അത് പറയും. ഒരു വെറുതെ ചിന്തിച്ച് നോക്കും നിങ്ങൾ, ഈ 10 ലക്ഷം 20 ലക്ഷം കൊടുത്തിട്ട് നിശ്ചിത ലാഭം വെച്ച ആളോട് ഇത് അവസാനം ഈ കച്ചവടം തകരാറായാൽ എന്താ ചെയ്യേണ്ടത് അന്ന് ചോദിച്ചോ? ഈ കച്ചവടം തകരാറായാൽ എന്താ ചെയ്യേണ്ടത് അതെന്താ ചോദിക്കാത്തത്? കാരണം വാങ്ങണം പാർട്ട്ണർഷിപ്പായിട്ടല്ല പൈസ വാങ്ങണത്, കൊടുക്കണോൻ നഷ്ടം ഏൽക്കാമെന്ന നിലക്കല്ല കൊടുക്കണത്. അവൻ ഈ പൈസ സുരക്ഷിതമായി പിന്നെ കിട്ടണം, അതുപോലെ ലാഭം വേണം. ഇതൊന്നും ഒരു നിലക്കും ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പൊ എന്തിനാണ് ഈ നിയമങ്ങൾ വെക്കുന്നത്? അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം, എന്തു ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത എന്ത് നിബന്ധന നമ്മൾ വെച്ചാലും ആ നിബന്ധന പാലിക്കാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ പരലോകത്ത് നിന്ന് പടച്ചോൻ കൈകാര്യം ചെയ്യും. നമ്മളൊരു എഗ്രിമെന്റ് എഴുതി അത് പാലിച്ചില്ലാന്ന് വിചാരിച്ചോളി, പാലിച്ചില്ലെങ്കിൽ പോലും അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം, 2 മുസ്ലിങ്ങൾ തമ്മിൽ ഒരു കരാർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കരാർ പാലിക്കാത്തത് പിന്നെ പടച്ചോൻ ചോദിച്ചോളൂ. അത് കുറച്ചൊരു ഈമാനൊക്കെ ഉള്ളിലുള്ളൊരു പേടി ഉണ്ടാവും. എന്ത്, ഇത് ഞാൻ ഒപ്പിട്ട നിബന്ധനയാണ്, ഇത് ഞാൻ പാലിക്കണം. ഇപ്പോൾ ക്യാഷ് എപ്പോൾ തിരിച്ചു തരും, തിരിച്ചു തരണമെങ്കിൽ എത്ര മാസം മുന്നേ ചോദിക്കണം, എത്ര ശതമാനമാണ് കിട്ടുക, എത്രയാണ് എൻ്റെ പാർട്ട്ണർഷിപ്പ്, ഞാൻ കൊടുത്ത പൈസ മുഴുവൻ കിട്ടുമോ, എല്ലാറ്റിനെ കുറിച്ചും വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടേ ഇതൊക്കെ സുഹൃത്തുക്കളെ പണ്ഡിതന്മാർ ഫിഖുകളിലും കിതാബുകളിലും ഒക്കെ എഴുതി വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ എന്താ അറിയോ, നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം, ഒരിക്കലും ബന്ധങ്ങളോ കുടുംബങ്ങളോ ആണ് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അനീതി ചെയ്യാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ വലിയൊരു നിയമമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും അബിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങൾ നീതിയോടുകൂടെ നിലകൊള്ളണം എന്നാണ്. അത് നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതി പാലിക്കണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും മാതാപിതാക്കൾ, ഈ ബന്ധങ്ങളുടെ പേരിൽ നമ്മൾ എന്താ പറയുക, പണമിടപാട് നടത്തുമ്പോഴും നമ്മളെന്താ പറയുക, നമ്മൾ കുടുംബക്കാരല്ലേ, നമ്മൾ പരിചയക്കാരല്ലേ എന്ന് വെച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. അതിന് വളരെ കൃത്യമായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും സംഗതികളും ചോദിച്ചറിഞ്ഞ് എന്ത് ചെയ്യണമാണ്. ഇനി ഒരു സൗഹൃദത്തിൻ്റെ പേരിലും ബന്ധത്തിൻ്റെ പേരിലും നമ്മളൊരാളെ ചൂഷണം ചെയ്യാനും പറ്റൂല. എന്തായാലും വാപ്പയല്ലേ ചോദിക്കണത്, അല്ലെങ്കിൽ മകനല്ലേ ചോദിക്കണത്, അല്ലെങ്കിൽ അയൽവാസിയല്ലേ ചോദിക്കണത് എന്ന നിബന്ധനയില്ല. സാമ്പത്തിക ഇടപാടുകൾ ഏതാണെങ്കിലും ഒരു പൈസ കടമായിട്ടാണോ കൊടുക്കുന്നത്, ദാനമായിട്ടാണോ കൊടുക്കുന്നത്, സമ്മാനം, നമ്മളൊരാൾക്ക് വെറുതെ പൈസ കൊടുക്കുകയാണെങ്കിൽ ആ സാധു വെറുതെ ഇത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബേജാറാണ്ടല്ലോ. കടമാണ് എന്നുണ്ടെങ്കിൽ എന്ന് തരും, ആ ചോദ്യം നമ്മൾ ചോദിച്ചിട്ടേ കടം കൊടുക്കാൻ പറ്റുള്ളൂ. ഇലാ അജലി മുസമ്മൻ, ഒരു നിശ്ചിത സമയം എപ്പോഴാണത് തിരിച്ചു തരിക എന്ന് ചോദിക്കണം. അതേപോലെ ഇസ്ലാമിലൊരു കാര്യമുണ്ട്, എന്താ അറിയും, നമുക്കറിയാത്തി പോയിട്ട് നമ്മൾ വീഴാൻ പാടില്ല. നമ്മൾ ചോദിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ആധാരം ശരിയായ രേഖയാണെന്ന് പരിശോധിക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഒരു അഡ്വക്കേറ്റ് കാണിക്കും. അല്പം കാഴ്ചപ്പാടുള്ളവരൊക്കെ അത് ചെയ്യും. നമുക്കൊക്കെ അറിയാമെങ്കിൽ ചെയ്യും. അപ്പോൾ അയാൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുക, ചിലപ്പോൾ അവസാനം നമുക്ക് ഒരിക്കലും നമ്മൾ വലിയ ഒരു ദുരന്തത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഒരു പക്ഷേ ആ ഒരു അന്വേഷണം കൊണ്ട് നമുക്ക് പറ്റും. അത് ഇസ്ലാമികമായ നിയമമാണ്. ഫസ് അലു അഹ്ല ദിക്ർ എന്നാണ്. ഫസ് അലു അഹ്ല ദിക്ർ, ഇതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കണം. മതപരമായ കാര്യങ്ങൾ അതേതായാലും പണ്ഡിതന്മാരോട് ചോദിക്കാൻ പറ്റുള്ളൂ. ഓരോന്നിൻ്റെയും എക്സ്പെർട്ട് ആരാണോ, അതെന്നെ നാസിർ സയ്യിദ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഓരോന്നിലെയും വിദഗ്ധന്മാരാരാണോ ഓരോട് ചോദിക്കാതെ നമുക്ക് അറിയാത്തി പോയിട്ട് പെടാൻ പറ്റില്ല. നമ്മൾ ചോദിക്കണം എന്നാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഉപദേശിച്ചു, ഞാൻ എങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ നിയമപരമായ വശങ്ങൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ. നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്ന പോലെ പോയി ചെയ്യുമ്പോൾ പല അബദ്ധങ്ങളിലും നമ്മൾ എന്ത് ചെയ്യും, പോയി പെടാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. ഇതിലൊക്കെ പ്രധാനം ആദ്യം പറഞ്ഞതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുത്തൻ്റെ ഒരു പൈസ പോലും അന്യായമായി തിന്നാൻ പാടില്ല. അത് രക്തത്തിൽ കലർന്ന നമ്മളെ ദുആ അള്ളാഹു കബൂൽ ചെയ്യൂല. ഒരു കടക്കാരനായി മരിച്ചു പോകാൻ പറ്റൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് സൂക്ഷ്മത വേണം. ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മൾ ബിസിനസ്സിലൂടെ പണം ഉണ്ടാക്കുക എന്നുള്ളത്. ഏറ്റവും നല്ലൊരു സംഗതിയാണ്, ഏറ്റവും നല്ലൊരു വരുമാനമായി പരിഗണിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിലുള്ള വ്യക്തതയും സത്യസന്ധതയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അൽ ബയ്യാനി ബിൽ ഖിയാർ മാലം യതഫറഖാണ്. കച്ചവടം ചെയ്ത ആളുകൾക്ക് എന്തുണ്ട്, അതിന് ഒഴിവാവാനും അത് തീരുമാനാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇൻ സ്വദ്ദഖാവ ബയ്യന, അവർ സത്യസന്ധമായും സുതാര്യതയോടുകൂടെയും ആ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഭൂരിക്കലഹുമാഫി ബയ്യഹും ബർക്കത്ത് കിട്ടുന്നതാണ്. എന്തെങ്കിലും കള്ളത്തരം ബിസിനസ്സിലുണ്ടെങ്കിൽ
അതിന് ബർക്കത്തുണ്ടാവില്ല. അത് മാത്രം മനസ്സിലാക്കി. നമുക്ക് കുറച്ച് ഈമ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളാരും അതിന് നിൽക്കൂല. സത്യസന്ധതയില്ലാത്ത ഒരു ബിസിനസ്സിനും ബർക്കത്തുണ്ടാവില്ല. ദീൻ്റെ കാര്യങ്ങൾ പ്രത്യേകമായി ഇത്തരം സൂക്ഷ്മതകൾ പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ എത്രയോ ആളുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇങ്ങനത്തെ പലതിലും പോയി പെട്ട് ഇടങ്ങേറായി അതിന് രക്ഷപ്പെടാതെ വഴികളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരുടെ സംസാരങ്ങളും വാക്കുകളും കേൾക്കുമ്പോഴാണ് ഇതൊക്കെ എല്ലാ ആളുകളും ഒന്ന് അറിയേണ്ടതുണ്ട്, ഇതിനൊക്കെ ഇസ്ലാമികമായ ചില അടിസ്ഥാനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്.